ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഒപ്പം നമുക്ക് വൊളാറ്റിലിറ്റി വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 20.6 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്ന് അത് 18.47 ആയിരുന്നു. അപ്പോൾ ഹയസ്റ്റ് വൊളാറ്റിലിറ്റിയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വൊളാറ്റിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് അടുത്ത 2-3 ദിവസത്തിന് ശേഷം മാർക്കറ്റ് ഒരു പക്ഷേ റിക്കവറി മോഡിലേക്ക് മാറിയേക്കാം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഇന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ കൂടിയിരിക്കുകയാണ്. 13.6 ആണ്. മിനിഞ്ഞാന്ന് അത് 12.55 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ജൂൺ ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,437 per ounce-നാണ്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. $83.34 per barrel-നാണ്. കോപ്പറാണ് വീണ്ടും പുതിയ 2-year ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. കോപ്പർ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. കോപ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് കോപ്പർ വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കോപ്പറിൻ്റെ ഇപ്പോഴത്തെ ന്യൂസ് ഇൻഫ്ലോ വെച്ച് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും ഹയർ ലെവലിൽ ഒരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്മോഡിറ്റികളിൽ നിന്ന് മോർണിംഗിൽ കോപ്പർ ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. കോപ്പറാണ് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ ഇന്ന് വന്നിട്ടുള്ള ന്യൂസുകൾ അഗെയിൻ പ്രോപ്പർട്ടി റിലേറ്റഡ് ഡിഫോൾട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി ഇഷ്യൂസ് തന്നെയാണ് ചൈനീസ് എക്കണോമിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മാനുഫാക്ചറിങ് അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ചൈനയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോയുടെ US സബ്സിഡിയറി നൊവിലീസ് IPO പേപ്പേഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. US ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. $1.2 ബില്യൺ ആണ് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിലാണ്. ഈ എല്ലാ പ്രൊസീഡിങ്സും കിട്ടുന്നത് ഹിൻഡാൽകോയ്ക്കാണ്. ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ DLF അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഒക്കെ എക്സലൻറ്റ് റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം RT ഫാർമ ലാബും നല്ല റിസൾട്ട് തന്നെയാണ്. സനോഫി മാത്രമാണ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് വന്നിരിക്കുന്നത്. മറ്റ് റിസൾട്ടുകളെല്ലാം തന്നെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. വേദാന്തം May 16 ഈ ധനകാര്യ വർഷത്തെ ഫസ്റ്റ് ഇൻ്ററിൻ ഡിവിഡൻറ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. ഒപ്പം ഒരുപക്ഷെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. May 16 ബോർഡ് മീറ്റിംഗ് വരുന്നത്. RVNL 236 കോടി രൂപ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോമൻഡൽ ഇൻ്റർനാഷണൽ നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. അവർ ദാക്ഷ അൺമാൻഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇതിലവരുടെ സ്റ്റേക്ക് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 500 കോടി മുതൽ 1000 കോടി വരെയുള്ള ഒരു ബിഗ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഹൈബ്രിഡ് SOVs ആണ്. സർവീസ് ഓപ്പറേറ്റഡ് വെഹിക്കിൾ എന്നാണ് പറയുക SOVsന്. ഇത് നോർവീജിയൻ കമ്പനിയിൽ നിന്നായിരിക്കാനാണ് ചാൻസസ്. മുമ്പും ഈ കമ്പനി ഓർഡർ കൊടുത്തിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹൈബ്രിഡ് വെസൽസ് ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പിരമൽ ഫാർമ വലിയ രീതിയിലാണ് ഡെറ്റ് റിഡക്ഷനൊക്കെ വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒപ്പം അക്വിസിഷനും പ്ലാൻ ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വലിയ രീതിയിലുള്ള കാപ്പെക്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോങ് റണ്ണിൽ പിരമൽ ഫാർമേനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ തന്നെ 2024 പിക്കുകളിലൊന്നും കൂടിയായിരുന്നു. നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ് ഫിനാൻസ് അവരുടെ ഹൗസിംഗ് ഫിനാൻസ് വിറ്റിരിക്കുകയാണ്. വാർബർഗ് പിങ്കസ് US ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. 4630 കോടി രൂപയ്ക്കാണ്. ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ChatGPT നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചവരെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ChatGPT 4o എന്ന് പറയുന്ന ഒരു വേർഷനും കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വിഷൻ അതുപോലെ തന്നെ ധാരാളം റീസണിങ് പവറൊക്കെയുള്ള ഒരു മോഡലാണ്. ഫ്രീ ടു ഓൾ ആണ്. ഓൾറെഡി അവൈലബിൾ ആണ് ChatGPT
നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് AI രംഗത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ChatGPT. ഓപ്പൺ AIയുടെ ഒരു പ്രൊഡക്റ്റാണ്. വീണ്ടും വലിയ രീതിയിലുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനറേറ്റീവ് AI ടൂളുകൾ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ChatGPTയുടെ പുതിയ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും വൊളാറ്റിലിറ്റി തന്നെയാണ്. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് ബയാസാണ് ഓവറോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഹയർ വൊളാറ്റിലിറ്റി ഒക്കെ വരാം. അല്ലാത്ത പക്ഷം ഇലക്ഷൻ റിസൾട്ട് ഡേറ്റ് അടുക്കും തോറും മാർക്കറ്റ് മുന്നോട്ട് നീങ്ങാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒപ്പം നമ്മളൊരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, കോട്ടക് ഷെയർ വെൽത്ത് ഇൻവെസ്റ്റേഴ്സിന് അതാത് ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.